നമസ്കാരം. ഷാം കനൂസ് സിറ്റി വിലിയൻ അജ്ഗർ ബൈ ഷാം കനൂസ് പ്രധാന വാർത്ത. അതായത് ചിലപ്പോൾ പോലീസുകാർ എന്നെ ഇന്ന് പിടിച്ചേക്കാം, അറസ്റ്റ് ചെയ്തേക്കാം. ചെയ്യാത്ത കുറ്റത്തിനായിരിക്കും അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ പോലീസുകാർ മഷിയിട്ട് വയ്ക്കാലും മെനക്കെട്ടില്ല. അത് പോയിട്ട് ഒരു രോമത്തിൽ തൊടാൻ പോലും പോലീസുകാർക്ക് സാധിക്കില്ല. അതാണ് അസ്കർ ബൈ സിറ്റി വില്ലേജ്. കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു. പോലീസിൻ്റെ വിളി ഇതുവരെ എത്തിയിട്ടില്ല. എന്നാലും ഞാൻ പോലീസുകാരെ വിളി പ്രതീക്ഷിക്കൊള്ളുന്നുണ്ട്. ഏത് സമയം വിളി വരും. പക്ഷേ എന്നെക്കൊട്ടില്ല മോനെ, അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഷോക്കിയുടെ ചരിത്രം അറിയില്ല. തെളിച്ചെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് പാനൂർ CI ഷൗക്കത്തിൻ്റെ സ്ഥലം, പാനൂർ നല്ലൊരു കളിയാണ്, നല്ല പോലീസാണ് CI ഷൗക്കത്തിൽ. പൊട്ടം കണ്ടീനെ വരെ അയാൾ വെല്ലുവിളിച്ചിരുന്നു. അയാളെ ഡ്യൂട്ടി അടിപൊളി. അതുകൊണ്ട് ഫസ്റ്റ് സല്യൂട്ട് നമ്മുടെ ഷൗക്കത്തലി സാറിന്. എൻ്റെ കേസ് നടക്കുമ്പോൾ ഷൗക്കത്തലി സാറ് തലശ്ശേരി DYSP ആയിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ പേരിൽ കേസ് വരുന്നത്. അങ്ങനെ എന്നെ അന്വേഷിച്ചിട്ട് പോലീസുകാർ എൻ്റെ വീട്ടിൽ വരും. അങ്ങനെ 5 പോലീസുകാരെ DYSP സാർ ഷൗക്കത്തലി സാറ് ഏൽപ്പിച്ച. അങ്ങനെ എന്നെ പൊക്കാൻ വേണ്ടി പല തവണ എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ എന്നെ കിട്ടിയില്ല. ഞാനിവിടെ നാട്ടിലുണ്ടാവില്ലല്ലോ. ഞാൻ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പോകുന്ന സമയത്തും വരുന്ന സമയത്തും വീട്ടിൽ വരും. അങ്ങനെ ഒരു സമയത്ത് ഞാൻ തലശ്ശേരി ട്രെയിൻ ഇറങ്ങി രാവിലെ 7 മണിക്ക്. അങ്ങനെ ഞാൻ പെരിങ്ങത്തൂരേക്ക് ബസ് കയറി മേക്കുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചൊക്കളി പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലെത്തിയപ്പോൾ പോലീസുകാർ ബസ് നിർത്തി. അങ്ങനെ ഞാൻ കരുതി എല്ലാം കഴിഞ്ഞു പോയി, പിടിച്ച്. എൻ്റെ അരികത്തായിരിക്കുന്ന പോലീസുകാരെ. പക്ഷേ ഞങ്ങൾ മഫ്തിയിലുണ്ടായിരുന്നില്ല. അങ്ങനെ മേക്കൊന്നുമില്ലെത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കോള്. ഉമ്മ നോക്കുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞ് നോക്കിയിട്ട് 5 പോലീസുകാർ വന്നിട്ടുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു, പോലീസുകാരെ ഞാൻ കണ്ടിന്, ഞങ്ങൾ ഒന്നായിട്ടാണ് വരുന്നത്. എൻ്റെ അതേ ബസ്സിൻ്റെ സീറ്റിൽ, അതായത് എൻ്റെ സീറ്റിൻ്റെ ഇപ്പുറം തന്നെയാണ് പോലീസുകാർ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ അറിയുന്നില്ല എന്നെ അന്വേഷിച്ച് വരുന്ന പോലീസുകാരൊന്നും. പോലീസുകാർ അറിയുന്നില്ല എന്നെ അന്വേഷിച്ച പോലീസുകാർ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലല്ലോ. അപ്പോൾ സ്റ്റേഷൻ്റെ മുന്നിൽ ബസ് നിർത്തി പോലീസുകാർ ഇറങ്ങി അങ്ങ് പോയി. സ്റ്റേഷനിൽ പോയി ജീപ്പ് എടുത്തിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഒന്നങ്ങനെ. പിന്നെ രണ്ടാമത് അഥവാ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസുകാർക്ക് തന്നെ ജീപ്പ് കയറ്റാൻ സാധിക്കില്ല. അതും ഞാൻ തെളിയിച്ചിട്ടുണ്ട്. പൂക്കോന്ന് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തതിന് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്തു. തെറ്റെന്ന് ചെയ്ത് എല്ലാ കടയിലേക്കാളും 5 രൂപ 10 രൂപ കുറച്ചിട്ടാണ് ഞാൻ കസ്റ്റമറിന് കൊടുക്കുന്നത്. നല്ല ബിസിനസ്സാണ്. നാഗ്പൂറിന് ഡയറക്റ്റ് ഓറഞ്ചെല്ലാം വരുത്തിയ സമയത്ത് നേരം നല്ല ബിസിനസ്സാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ബിസിനസ്സാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഓഫർ റേറ്റിനൊപ്പം കൊടുക്കുന്നത്. അങ്ങനെ അത് കുറേയൊക്കെ കണ്ടുപിടിച്ചില്ല. അതിൻ്റെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഷോപ്പുകാർക്ക് ഞാൻ കളിക്കുമ്പോൾ അവർക്ക് ഒരു ഉദാഹരണം, അവർ ബിസിനസ് ഡൗൺ ആവും. എൻ്റെ ബിസിനസ് സാറ് വന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോലീസുകാർ വന്നു എന്നോട് പറഞ്ഞ് വണ്ടിക്കല്ല. ഞാൻ പറഞ്ഞ എന്തിനാ, ഞാനത് തെറ്റ് ചെയ്യുന്നു. അപ്പോൾ തെറ്റ് ചെയ്ത് അതല്ല സ്റ്റേഷൻ എന്ന് പറയുക, വണ്ടിക്കാരെന്ന് പറയും. നമ്മളെ കാര്യമില്ല. അങ്ങനെ പൂക്കോന്ന് നിത്യാട്ടൻ്റെ വീടിൽ ഒരുപാട് ആൾക്കാർ മീൻ മാടിക്കാൻ വരുന്നതാണല്ലോ. അങ്ങനെ ആ പോലീസുകാരായിട്ട് വർത്താനായി എല്ലാം കൂടി 5 പോലീസുകാർ ഒരു കാമണിക്കൂറിൻ്റെ മേലെ അവർ ഉത്സാഹിച്ച് എന്നെ ജീപ്പ് കയറ്റാൻ പറ്റിയിട്ടില്ല. പോലീസുകാരോട് ഞാൻ പറഞ്ഞു, സ്റ്റേഷനിൽ വരണമെന്നുണ്ടെങ്കിൽ, ജീപ്പ് കയറണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം, അല്ലാണ്ട് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ വിചാരിച്ചാൽ വണ്ടിക്കാരൻ പറ്റുന്നു. അങ്ങനെ ഒരുപാട് മല്ലുകളി അവർ കളിച്ച് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, നമസ്കാരം കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞ അടിക്കാറ് ഒരുപാട് അടി ഞങ്ങൾക്ക് സ്റ്റേഷൻ പറ്റിയതാണ്. പോലീസുകാർ നല്ല അടിപാടുണ്ടായിരുന്നു. പിടിപാട് കുറവാണ്, അടിപാടുണ്ടായിട്ടില്ല. അങ്ങനെ സ്റ്റേഷനിൽ പോയി
എന്നോട് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ് 1 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് പോരുന്നതാണ്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്തിനാപ്പോൾ ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട്? ഞാൻ പറഞ്ഞു സാറേ കച്ചവടം ചെയ്ത തെറ്റെല്ലാം ചെയ്തുള്ളൂ. എന്തെന്ന് ഈ നാരങ്ങ വിറ്റിട്ട് ബിൽഡിങ്ങോ കോംപ്ലക്സോ മാളോ എടുക്കാൻ പോകുന്നില്ല. ഒരു 5-6 ആൾക്ക് തൊഴിൽ, അവരുടെ കുടുംബം പോയിട്ടു, എൻ്റെ കുടുംബം ഞാനും പോയിട്ടു, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് പോലീസുകാർ എന്നെ വിടുന്നത്. അപ്പോൾ പോലീസുകാർ എന്നോട് പറഞ്ഞു ഏതായാലും ഞങ്ങൾ മല്ല് കളിച്ച് നിന്നെ കൊണ്ടുവന്നിട്ട് ഇന്ന് കച്ചവടം ചെയ്യേണ്ട, ഓറഞ്ചിൻ്റെ കച്ചവടമാണ് പൂക്കോത്ത്. അതിപ്പോൾ കുറച്ച് കൊല്ലം 1900 കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് സംഭവം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് ചെയ്യാറ്, നാളെ ഞായറാഴ്ച ലീവ്. ഞാൻ പറഞ്ഞു സാർ ആദ്യം ഒന്ന് കിട്ടിയാൽ നാരങ്ങ കെട്ടു, അന്നൊരു കാര്യം ചെയ്യുന്നു, എന്നാൽ നാളെ തുടങ്ങി വന്നത്. അപ്പോൾ എസ് ഐ എന്നോട് പറഞ്ഞു നമസ്കാരം, ഇനി ആരെങ്കിലും നിന്നെ ഇടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരുന്നത്. എന്നെ അറസ്റ്റ് ചെയ്ത് എസ് ഐ എന്നെ ലാസ്റ്റ് എനിക്ക് സപ്പോർട്ടായി. കാരണം സത്യാവസ്ഥ പോലീസുകാർക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നതാണ്. അന്നും എന്നെ പോലീസുകാർക്ക് 5 പോലീസുകാർക്ക് ജീപ്പ് കയറ്റാൻ പറ്റിയില്ല. ഇന്നും ഞാൻ വെല്ലുവിളിക്കുന്നു, നടക്കൂല എന്നെ പിടിക്കട്ടിക്ക് കുറേ കഷ്ടപ്പെടേണ്ടി വരും. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല CA ഷൗക്കത്തലി അല്ല DYSP സോറി, ഇപ്പോൾ അങ്ങ് മേലോട്ട് കയറി നല്ല കയറ്റം കിട്ടി. TP കേസ് ഷൗക്കത്തലി സാറെ അന്വേഷിച്ചത്. ശിവപുരത്ത് പോയിട്ട് അണ്ടിത്തോട്ടത്ത് പോയിട്ട് ടിപ്പർ ലോറി ഡ്രൈവറുടെ കോലത്ത് പോയിട്ടാണ് ഒരു ചങ്ങായിനെ പിടിക്കുന്നത്. പിന്നെ അടുത്ത പ്രതിനെ പിടിക്കുന്ന മഹാരാഷ്ട്രയിലെ കരിമ്പത്തോട്ടത്തിനെ പിടിക്കുന്നു. അത്രയ്ക്ക് സാമർത്ഥ്യവും കഴിവും ധൈര്യവും ചങ്കൂറ്റമുള്ള സാറായിരുന്നു. അപ്പോൾ ആ സാറിൻ്റെ ടീമിന് എന്നെ പിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ചോദിക്കും നിന്നെ പിടിച്ചില്ലല്ലോ, അറസ്റ്റ് ചെയ്തില്ലല്ലോ, ജയിലിൽ കിടന്നില്ലല്ലോ. സംഭവമെല്ലാം റെഡി തന്നെയാണ്. പക്ഷേ ഞാൻ സ്റ്റേഷനിൽ അങ്ങോട്ടേക്ക് പോയതാണ്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കാറ് പാനൂർ ടൗണിൽ എണ്ണ തുറന്ന് സൈഡാക്കി വെച്ച് രാവിലെ പോയി നോക്കുമ്പോൾ ഓട്ടോക്കാരൻ്റെ കാറ് എൻ്റെ ഗ്ലാസ് ഇങ്ങനെ പൊളിക്കുന്നത്, അത് ലോക്ക് തുറക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ഷോപ്പ് കയറിയിട്ട് ഇതെന്താ സംഭവം? എന്നാലും പറഞ്ഞ ഒരു പരിചയമില്ലാത്ത കാറ് 6000 നമ്പർ KL13M. അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് കാറിൻ്റെ എന്നാണ് വീഡിയോ കണ്ടത്. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പോൾ പോലീസുകാരും വന്ന് പോയതാ, ഇനിയിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയ ഓട്ടോക്കാരൻ നിന്നെ തെറി പറയൂ. കാരണം ഓട്ടോ സ്റ്റാൻഡിലാണ് വെച്ച വേണ്ടി. ഞാൻ അറിയുന്നില്ല ഓട്ടോ സ്റ്റാൻഡാണ്, രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചില്ല. കുറച്ച് ലേറ്റായി പോയി, 9 മണി. അപ്പോൾ ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോയി. സാർ ഞാൻ പറഞ്ഞു സാറേ എൻ്റെയും വണ്ടി ആടല്ല. ഇല്ലല്ലേ? എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞു എനിക്ക് കേസ് ചൊക്ലി സ്റ്റേഷനിലാണെങ്കിലും DYSP കേസ് അന്വേഷിക്കുന്നത്. ഞാൻ പാലിൽ പോയി കൂളായിട്ട് പോയി, കാരണം ഇവർക്കറിയില്ലല്ലോ എന്നെ. അങ്ങനെ ഞാൻ പോയി. പിന്നെ ഞാൻ പറഞ്ഞു സാർ എൻ്റെ കാർ. അപ്പം പറഞ്ഞ 5 കാറല്ലേ, നോക്കാം ഇവിടുന്ന് ഒരു പോലീസുകാരനെ കൂട്ടിയിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ പോലീസുകാരനെ കൂട്ടിയിട്ട് പാനൂർ പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് ഞാൻ ഇറങ്ങി. അങ്ങനെ റോഡ് മേലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ചൊക്ലി പോലീസ് വണ്ടി കയറി നിൽക്കടാണ്. അപ്പോൾ അയാൾക്കറിയാലോ ഞാനാരാ. അപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പിന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഇവനെ നമ്മൾ മറ്റേ പ്രതിയാന്നാണ്. അങ്ങനെയാ? പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ പടപടാന്നുള്ള അടിയാണ്. അങ്ങനെ ഒരുപാടായിട്ട് പോലീസുകാരായിട്ട് ഒരുപാടുണ്ട്. ശരീരത്തിൽ ഇപ്പം പാടില്ലെങ്കിലും ഇടപാടില്ലെങ്കിലും അടിപാട് ഒരുപാടുണ്ട് അസ്കണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കേസിൽ എന്നെ അറസ്റ്റ് ഇങ്ങോട്ട് വരണ്ട, എന്നെ കിട്ടൂല. ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടൊന്നുമില്ല. എനിക്കൊരു പേടിയില്ല. പക്ഷേ ഞാൻ വെല്ലുവിളിക്കുന്നു പോലീസുകാർ എന്നെ പിടിക്കാനാവില്ല. മസ്കർ വേറെയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മേലെ, അതുക്കും മേലെ ഞാൻ. കാരണം അതും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പോട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒരു വിദേശത്ത് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. പക്ഷേ അസ്കർ പാസ്പോർട്ട് ഇല്ലാണ്ട് ഗൾഫിൽ പോയി വന്നതാണ്. അന്വേഷിച്ചു നോക്കുക അസ്കർ എവിടെയുള്ള പോക്ക്, എവിടെയുള്ള വ്യക്തി ഗൾഫ് കൺട്രി പോകുന്നുണ്ട്. ഞാൻ ഒരുപാട് ഗൾഫ് കൺട്രി പോയിന്. ഫസ്റ്റ് ഒമാൻ, ഖത്തർ, ദുബായ്, സൗദി ഇങ്ങനെയെല്ലാം പോയി. ലാസ്റ്റ് സൗദിയിലാണ് പോയത്. ചുരുക്കി പറഞ്ഞാൽ പാസ്പോർട്ടില്ല. പാസ്പോർട്ട് 2018 ഡേറ്റ് കഴിഞ്ഞിന്, അത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ പാസ്പോർട്ടുമായാണ് ഞാനിപ്പോൾ സൗദി പോയി വന്നത്. പക്ഷേ ഞാൻ അറിയുന്നത് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞ് നിൻ്റെ മറ്റേ പാസ്പോർട്ടിങ് എടുക്കും, മറ്റേ പാസ്പോർട്ടിങ് എടുക്കും. ഞാൻ പറഞ്ഞു സാറ് ഒരു പാസ്പോർട്ടേ ഉള്ളൂ. നോക്കുന്നത് കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണല്ലോ പിടിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്, പോകുമ്പോൾ സീലുണ്ട്. അപ്പോൾ അവർ ഉദ്ദേശം ഗോൾഡ് കടത്തലാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിൽ പ്രതിയാണ്, അല്ല ഞാൻ അതിൻ്റെ കാരിയറാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പിന്നെ ലഗേജെല്ലാം റിട്ടേൺ വരുത്തി സ്കാനിങ് ചെയ്ത് അപ്പോൾ അതിലെന്തോ അവർക്ക് തടഞ്ഞ് അങ്ങനെ വീണ്ടും സ്കാനിങ് ചെയ്ത് വീണ്ടും അപ്പോൾ
പെട്ടി പൊട്ടിച്ച് അതിൽ സംഭവം മോതിരമുണ്ടേനു ഗോൾഡ് തന്നെയാണ്. പക്ഷേ ഗോൾഡ് ഒറിജിനലല്ല, ഗോൾഡ് കവറിങ്ങേ ഉള്ളൂ. 10 റുപ്യക്ക് 30 മോതിരം അവിടെ കിട്ടുന്നുണ്ട്. കുട്ടികളെ കൊടുക്കാന്ന് വെച്ച് മേടിച്ചതാണ്. അങ്ങനെ വലിയ കാര്യം പോലെ സ്കാനിങ്ങിലും തടഞ്ഞെന്നും പറഞ്ഞ് അങ്ങനെ പെട്ടിയെല്ലാം പൊട്ടിച്ച് പൊളിച്ച് നോക്കുമ്പോൾ മോതിരം മറ്റേതാണ്. പോലീസുകാർ ശശിയായി. അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞ് ഇനി പാസ്പോർട്ട് തിരിച്ചു തരില്ല, അപ്പോൾ അതിലൊരു പേപ്പർ തരാം, നീ പുതിയ പാസ്പോർട്ട് എടുത്തോളാം. ഞാൻ പറഞ്ഞ എനിക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൊണ്ടിട്ടെല്ലാം പോയി വന്നു, ഇനി പാസ്പോർട്ടൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല എനിക്ക് പിന്നീട് ഞാൻ പറഞ്ഞു പിന്നീട് എന്തിനാ ഇതേപോലെ പാസ്പോർട്ട് ഇല്ലാണ്ടല്ലോ പോകുന്നത്, പിന്നെ എന്തിനാ പാസ്പോർട്ട്. അതാണ് അസ്കർ ബൈ സിറ്റി ബിരിയാണി. ഓക്കെ, ഗുഡ് നൈറ്റ്.